വിഷ്ണു വാസുദേവന് സ്നേഹത്തോടെ എന്ന ഈ ഒരു വീഡിയോ സീരീസിൻ്റെ മൂന്നാമത്തേതും അവസാനത്തേതുമായ ഭാഗത്തിലേക്ക് ഏവരെയും സസ്നേഹം സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. കഴിഞ്ഞ 2 വീഡിയോകളിലായി പല വിധത്തിലുള്ള ചിന്തകൾ വിഷ്ണു ഉന്നയിച്ച ചോദ്യത്തെ കേന്ദ്രീകരിച്ച് മാത്രം അവതരിപ്പിച്ചിട്ടുള്ളത് ഏവരുടെയും ഓർമ്മയിൽ പുതുമയോടെ തന്നെ മങ്ങിപ്പോകാതെ നിൽക്കുന്നുണ്ട് എന്ന പ്രത്യാശ കൊണ്ട് ഞാൻ അതിലെ ആശയങ്ങൾ വീണ്ടും ആവർത്തിപ്പിച്ച് അതിനുവേണ്ടി സമയം ചിലവഴിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. എന്നാൽ കഴിഞ്ഞ വീഡിയോയുടെ അവസാന ഭാഗത്തിൻ്റെ തുടർച്ച ഒന്ന് ഓർത്തെടുക്കേണ്ടതിന് മാത്രം നമുക്ക് ഇപ്രകാരം ആരംഭിക്കാം. ഈ ലോകത്തിലെ നികൃഷ്ടമായ അവസ്ഥകളെപ്പറ്റി വളരെയധികം നൊന്തുകൊണ്ട് വിഷ്ണുവിനെ പോലെയുള്ള ഒരു നല്ല മനസ്സിൽ ദൈവത്തെ ആരാധിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന ചോദ്യം ഉദിക്കുന്നത് ന്യായമാണ്. എന്നാൽ അത് സംബന്ധമായി നാം നടത്തിയ അന്വേഷണത്തിൽ നാം ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന ഘട്ടത്തിൽ നമുക്ക് ഒരു പക്ഷേ അതിപ്രകാരം സമാഹരിക്കാം. ഈ ലോകത്തിൽ മനുഷ്യ അധപ്പതനത്തിൻ്റെ നാനാമുഖമായ പ്രതിബിംബങ്ങൾ, പ്രതിധ്വനികളുണ്ടോ? നിശ്ചയമായുമുണ്ട്, ധാരാളമായിട്ടുണ്ട്, ഭീകരമായിട്ടുണ്ട്. അത് ദൈവത്തെ ബാധിക്കുന്നതാണോ? ഈസ് ഗോഡ് അഫക്റ്റഡ് ബൈ ദിസ് ഇൻ എനി വേ? അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ദൈവം നിസ്സംഗതയാണോ പാലിക്കുന്നത്? അങ്ങനെ ചിന്തിക്കുന്ന ഒരു ആത്മീയ കാഴ്ചപ്പാടായിരുന്നു യവന സംസ്കാരത്തിൽ, ഗ്രീക്ക് ഫിലോസഫിയിൽ നമുക്കറിയാം. ഗോഡ് ഈസ് അപ്പസെറ്റിക്, ഗോഡ് ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ എനിത്തിങ് ദാറ്റ് ഹാപ്പൻസ് ഓൺ എർത്ത് എന്ന ഒരു ചിന്താഗതിയാണ്. പക്ഷേ ഭാരത സംസ്കാരവും വേദപുസ്തക സംസ്കാരവും അങ്ങനെയല്ല. കാരണം ഈ ലോകത്തിൽ അധർമ്മം വർദ്ധിക്കുമ്പോൾ അതിന് ഒരു പോംവഴി എന്നോണം, അതിന് ചികിത്സ എന്നോണം കാലാകാലങ്ങളിൽ ദൈവം അവതരിക്കും. സംഭവാമി യുഗേ യുഗേ എന്ന ഒരു ദർശനമാണ് ഭാരതത്തിൻ്റേത്. ലോകത്തിലെ അന്ധകാരം അകറ്റുവാനാണ് മനുഷ്യപുത്രനായി യേശു ലോകത്തിൽ വന്നത് എന്നതാണ് വേദപുസ്തകത്തിൻ്റെ ദർശനം. അപ്പോൾ ലോകത്തിലെ അവസ്ഥയോട് നിസ്സംഗത പാലിക്കുന്ന ഒരു ദൈവസങ്കല്പമല്ല ഈ 2 ആത്മീയ സംസ്കാരത്തിലും എന്ന് ഞാൻ ഹ്രസ്വമായി സൂചിപ്പിക്കുക മാത്രമേ ചെയ്തുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെയുള്ള ലോകയാഥാർത്ഥ്യങ്ങൾ ദൈവത്തെ ബാധിക്കുന്നുണ്ടോ? ദൈവത്തിന് അതിനെപ്പറ്റി കരുതലുണ്ടോ? ചിന്തയുണ്ടോ? അത് ദൈവം അനുഭവിക്കുന്നുണ്ടോ? തീർച്ചയായും ഉണ്ട്. അതിൻ്റെ തെളിവ് വല്ലതും ഉണ്ടോ? ഉണ്ട്. അതിൻ്റെ തെളിവാണ് വിഷ്ണുവിനെ പോലെയുള്ള നല്ല മനസ്സുകൾ. അദ്ദേഹം ദൈവമില്ല എന്ന ഒരു സംശയത്തിലേക്ക് പ്രവേശിക്കുന്നത് ഈ ലോകത്തിൽ വർദ്ധിച്ചു വരുന്ന മനുഷ്യ അധപ്പതനത്തിൻ്റെ നാനാമുഖമായ പ്രകടനങ്ങൾ കണ്ട് മനസ്സ് നൊന്തിട്ടാണ്. എന്തുകൊണ്ടാണ് നൊമ്പരമുണ്ടായത്? മറ്റൊരു മൃഗങ്ങൾക്കില്ലാത്തതുപോലെ മനുഷ്യ മനസ്സിൽ എന്തുകൊണ്ടാണ് മനുഷ്യ അധപ്പതനത്തിൻ്റെ പ്രകടനങ്ങൾ കാണുമ്പോൾ ഇത്രമാത്രം അസഹനീയമായ നൊമ്പരം അനുഭവിച്ചിട്ട് ഇപ്രകാരമുള്ളൊരു പ്രതികരണത്തിലേക്ക്, ഒരു റിയാക്ഷനിലേക്ക് നല്ല ഒരു വ്യക്തി കടന്നു പോകുന്നതെന്ന് ചോദിച്ചാൽ ആ ദൈവികമായ മർമ്മം ഉള്ളിലുള്ളത് കൊണ്ടാണ്. വാസ്തവത്തിൽ വിഷ്ണു മനസ്സിലാക്കാത്ത ഒരു കാര്യം, വിഷ്ണു ഇപ്രകാരമുള്ള അവസ്ഥയിലേക്ക് പ്രവേശിക്കുവാൻ ഇടയായതിൻ്റെ ഏക കാരണം വിഷ്ണുവിൻ്റെ ഉള്ളിൽ ദൈവമുണ്ട് എന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി മനം നൊന്തിട്ട് യാതൊരു ആവശ്യവുമില്ല. ഒരു കല്ല് പോലെ മനുഷ്യന് ജീവിക്കാമായിരുന്നു. അതുകൊണ്ട് ഇതാണ് നല്ല ഒരു തെളിവ് എന്നത് തന്നെ. ടി എസ് എലിയട്ട് തൻ്റെ ഒരു കൃതിയിൽ പറയുന്നത്, ദൈവമില്ല
എന്ന് മനുഷ്യൻ പറയാൻ ഇടയാകുന്നത് തന്നെ ദൈവമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ദൈവമില്ല എന്ന് മനുഷ്യൻ തെളിയിക്കും തോറും ദൈവമുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുമെന്ന് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമുണ്ട്. ഞാൻ കൂടുതലായി വിവരിക്കുന്നില്ല. അതുപോലെ ലോകത്തിലുള്ള ഈ അധപ്പതനത്തിൻ്റെ അവസ്ഥകളെപ്പറ്റി വിഷ്ണു അനുഭവിക്കുന്ന വേദന നാം ഓരോരുത്തരും അനുഭവിക്കുന്നുണ്ട്. തീർച്ചയായിട്ടുമുണ്ട്, യാതൊരു സംശയമില്ല. എത്ര അധപ്പതിച്ച മനുഷ്യനാണെങ്കിലും എത്ര വലിയ ഇരുട്ടിൻ്റെ ആത്മാവാണെങ്കിലും ഇങ്ങനെയുള്ള ഉള്ളിലെ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് തന്നെയാണ് ലോകത്തിലെല്ലാ വ്യക്തികളും സ്ഥിതി ചെയ്യുന്നത്. എന്നിട്ടും എന്തുകൊണ്ടാണ് മനുഷ്യർ പ്രതികരിക്കാത്തത് എന്നാണ് വിഷ്ണുവിൻ്റെ ചോദ്യം. എനിക്ക് എൻ്റെ ഇളയ സഹോദരനായ വിഷ്ണുവിനോട് പറയാനുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളോട് മനുഷ്യൻ പ്രതികരിക്കാൻ താല്പര്യമില്ലാഞ്ഞിട്ടല്ല, പ്രതികരിക്കാനുള്ള ഇച്ഛാശക്തി ഇല്ലാത്തത് കൊണ്ടാണ്. വിൽ പവർ എന്ന് പറയും. അത് മനുഷ്യൻ്റെ ഒരു വലിയ പരിമിതിയാണ്. എന്തുകൊണ്ടോ തിന്മ ചെയ്യുവാൻ മനുഷ്യനുള്ള ഇച്ഛാശക്തിയുടെ ഒരു 5% പോലും നന്മ ചെയ്യുവാൻ മനുഷ്യൻ്റെ ഇച്ഛാശക്തി വളർന്നിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതെന്തുകൊണ്ടാണ് എന്നതിനെപ്പറ്റി നമുക്ക് കൂലങ്കഷമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അത് വേറൊരു സമയത്തായിക്കൊള്ളട്ടെ. അതുകൊണ്ട് മനുഷ്യൻ്റെ ഇച്ഛാശക്തിയിൽ ഇത്രമാത്രം കാര്യമായ അപര്യാപ്തത ഉള്ളതുകൊണ്ട് നമ്മുടെ നല്ല വികാരങ്ങളും താല്പര്യങ്ങളും നിർജീവമായി ഇപ്പോഴും നമ്മുടെ ഉള്ളിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു എന്നതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് മനുഷ്യന് ദൈവത്തിൻ്റെ സഹായം വേണമെന്ന് പറയുന്നത്. നമുക്ക് നമ്മുടേതായ കഴിവ് കൊണ്ട് നമ്മുടെ തന്നെ നല്ല പ്രവണതകളെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുത്തുവാൻ കഴിവില്ലാത്തത് കൊണ്ട് ഈ കാര്യത്തിൽ നമുക്ക് ഒരു ശാക്തീകരണം, എംപവർമെൻറ്റ് ആവശ്യമാണ്. അത് ലോകത്തിൽ മറ്റൊരു ഇടത്തിൽ നിന്നും ഒരു സ്രോതസ്സിൽ നിന്നും നമുക്ക് പ്രാപിപ്പാൻ കഴിയുകയില്ല. അത് സാധ്യമാകണമെങ്കിൽ എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ അത് ദൈവം എന്ന് പറയുന്ന നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രമാണമാണ്. അതുകൊണ്ട് ദൈവം ഇല്ല എന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മനുഷ്യർക്ക് ആരാധ്യനല്ല ദൈവം എന്നൊരവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, ഈ ഒരു സ്രോതസ്സിൽ നിന്ന് നമുക്ക് ലഭിക്കാവുന്ന ശാക്തീകരണം നമുക്ക് പാടെ ഇല്ലാതെയായി മനുഷ്യൻ്റെ ഇപ്പോഴത്തെ കേൾപ്പില്ലാത്ത അവസ്ഥ കൂടുതൽ വഷളാകുകയും തൽഫലമായി ഈ ലോകത്തിൽ അക്രമവും അധർമ്മവും അനീതിയും കൂടുതൽ വർദ്ധിച്ചു വരികയും വരും. ഇപ്പോഴുള്ള ഇരുട്ട് കൂടുതൽ കട്ടിപിടിക്കും. അതാണ് ഇതിൻ്റെ പരിണിത ഫലമെന്ന് യുക്തിസഹജം ചിന്തിക്കുമ്പോൾ വിഷ്ണുവിനെ പോലെയുള്ള ഒരു നല്ല മനസ്സിന് അത് തിരിച്ചറിയാൻ കഴിയും എന്ന ഒരു പ്രത്യാശ എനിക്കുണ്ട്. ഇനി പൊതുവായ ചില കാര്യങ്ങളൂടെ പറഞ്ഞ് ഈ ഒരു പങ്ക്തി അതിൻ്റെ പരിസമാപ്തിയിൽ കൊണ്ടുവരാമെന്നാണ് ഞാൻ കരുതുന്നത്. നമുക്ക് ആദ്യമായി ഒരു പൊതുവായ തത്വം ഒന്ന് അംഗീകരിക്കാം. അതായത് നാം വസിക്കുന്ന ഈ ലോകം ചിന്താക്കുഴപ്പങ്ങളുടെയും കൊളാമറിച്ചിലിൻ്റെയും ഒരു ലോകമാണ്. വി ആർ ലിവിങ് ഇൻ എ മിക്സ്ഡ് അപ്പ് വേൾഡ്. നന്മയും തിന്മയും, ഇരുട്ടും വെളിച്ചവും, സുഖവും ദുഃഖവും, ഉയരവും താഴ്വാരവും, കൊടുമുടിയും താഴ്വാരവും ഒന്നുപോലെ സ്ഥിതി ചെയ്യുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. യേശുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഗോതമ്പും കളയും ഒരുമിച്ച് ഒരേ പാടത്തിൽ ഒരേ നിലത്തിൽ വളരുകയും വിളയുകയും ചെയ്യുന്ന ഒരു ലോകത്തിലാണ് നാം വസിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ അപൂർണതയുടെയും അപര്യാപ്തതയുടെയും അപക്വതയുടെയും ലോകത്തിൽ മനുഷ്യൻ ജീവിക്കുന്നത് കൊണ്ടാണ് മനുഷ്യന് നേട്ടങ്ങളുള്ളത്. ഇത് ഞാൻ പറയുമ്പോൾ പലരും ഞെട്ടിപ്പോകും. എല്ലാം സമ്പൂർണമായിരിക്കുന്ന ഒരു ലോകത്തിൽ, എല്ലാം പെർഫെക്റ്റ് ആയിരിക്കുന്ന ഒരു ലോകത്തിൽ മനുഷ്യന് യാതൊരു നേട്ടവും പിന്നെ ഉണ്ടാകുവാനില്ല. കാരണം എല്ലാ നേട്ടങ്ങളും ആയിക്കഴിഞ്ഞല്ലോ. അതുകൊണ്ടാണല്ലോ പെർഫെക്റ്റ് അല്ലെങ്കിൽ സമ്പൂർണ്ണ ലോകം എന്ന് നാം പറയുന്നത്. ഇപ്പോൾ വിഷ്ണു ഒരു ആസ്ട്രോഫിസിസിസ്റ്റാണ്. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിടത്തോളം വളരെ പ്രാഗൽഭ്യത്തോടെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ്. വിഷ്ണു വിഭാവന ചെയ്യുന്ന ഈ
എല്ലാ നന്മകൾ മാത്രം നിറഞ്ഞിരിക്കുന്ന എല്ലാറ്റിൻ്റെയും പൂർണ്ണതയിലെത്തിയ ലോകത്തിൽ വിഷ്ണുവിന് ജോലി ഉണ്ടാവില്ല. വിഷ്ണു പട്ടിണി കടന്ന് ചത്തുപോകും. ഈ ലോകത്തിലുള്ള എല്ലാവിധമായ മാനുഷിക നേട്ടങ്ങളെയും സാധ്യമാക്കുന്നത് മനുഷ്യജാതിയുടെ അപര്യാപ്തത കൊണ്ടാണ്, മനുഷ്യരാശിയുടെ അധപ്പതനം കൊണ്ടാണ്, ഈ ലോകത്തിലെ അന്ധകാരം കൊണ്ടാണ് വെളിച്ചത്തെ നാം സ്നേഹിക്കുന്നത്. ഇപ്പോൾ വളരെ വ്യക്തമായി പറഞ്ഞാൽ, ഈ ലോകത്തിൽ പ്രയാസവും പ്രശ്നങ്ങളും ഇല്ലായിരുന്നുവെങ്കിൽ വിഷ്ണു വാസുദേവൻ ഒരു യൂട്യൂബ് ചാനൽ പോലും തുറക്കത്തില്ല, ആരംഭിക്കത്തില്ല. എൻ്റെ അനുഭവം തന്നെയായിരിക്കും. എന്നാൽ ഈ ലോകത്തിൽ ഇപ്രകാരമുള്ള അന്ധകാരത്തിൻ്റെ താണ്ഡവം നടക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവമില്ല എന്ന സങ്കല്പത്തിലേക്ക് പോകുന്നതിന് പകരം അതിൽ കൂടെ ഞാൻ മനസ്സിലാക്കുന്നത്, അതിനോട് ക്രിയാത്മകമായി അതിന് മാറ്റം വരുന്ന വിധത്തിൽ പ്രതികരിക്കുവാൻ എന്നെ ഉള്ളിൽ നിന്ന് പ്രേരിപ്പിക്കുന്ന ആ ഒരു ചേതനയില്ലേ, അത് ദൈവികമാണെന്നാണ് എൻ്റെ വിശ്വാസം. ആ ചേതന ആരാധനീയം തന്നെയാണ്. അല്ലാതെ പുരോഹിതവർഗം കാണിക്കുന്ന അവിടെ ഇരിക്കുന്ന ബിംബത്തെ ആരാധിച്ചു, അല്ലെങ്കിൽ അവിടെ വെച്ചിരിക്കുന്ന കുരിശിനെ നമിച്ചു, അല്ലെങ്കിൽ അൾത്തറയിലേക്ക് നോക്കി കുരിശ് വരച്ചു, ബാറയ്ക്ക് മുറോണടിച്ചു, ഇതൊക്കെ വെറും അർത്ഥശൂന്യമായ കാര്യമാണ്. അത് ആരാധനയല്ല, ആരാധനയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് വെക്കുകയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ദൈവത്തെ ആരാധിക്കുകയല്ല ചെയ്യേണ്ടത്, ദൈവത്തെ സാക്ഷീകരിക്കുകയാണ് ചെയ്യേണ്ടത്. ദൈവത്തെ സാക്ഷീകരിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, നമ്മുടെ ഉള്ളിലുള്ള നന്മയെ അതിൻ്റെ പൂർണ്ണ തോതിൽ പ്രകടിപ്പിക്കുവാനുള്ള ക്ഷമത നമ്മുടെ വ്യക്തിത്വത്തിൽ നാം പ്രാപിക്കുകയും വളർത്തിയെടുക്കുകയും ചെയ്യണം. അതിൻ്റെ പേരാണ് ആത്മീയത എന്നുള്ളത്. അപ്പം അതുകൊണ്ട് നാം അംഗീകരിക്കേണ്ട കാര്യം, ഈ ആത്മീയതയുടെ തന്നെ ആവശ്യം വളരെ അധപ്പതിച്ച ഒരു ലോകത്തിൽ, വളരെ ഇംപെർഫെക്റ്റായിട്ടുള്ള ലോകത്തിലാണ് നാം വസിക്കുന്നത് എന്നതുകൊണ്ടാണ്. ഇനിയും എനിക്ക് അവസാനമായി ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ ഇളയ സഹോദരനായ വിഷ്ണു വാസുദേവനോട് പറയാനുള്ളത് ഇപ്രകാരമാണ്. അദ്ദേഹം ഇപ്പോൾ അവിശ്വാസിയായി മാറിയെന്ന് അദ്ദേഹം വളരെ ആത്മാർത്ഥമായി സമ്മതിക്കുന്നുവല്ലോ. അതിലൊരു കുഴപ്പവുമില്ല. അതിൽ ഞാൻ വളരെ നന്മ കാണുകയാണ്. കാരണം യഥാർത്ഥ വിശ്വാസത്തിലേക്കുള്ള മനുഷ്യൻ്റെ യാത്ര ആരംഭിക്കുന്നത് അവിശ്വാസത്തിൽ കൂടെയാണ്. ഇപ്പോൾ ഞാൻ ക്രിസ്തീയ സമൂഹത്തെ പറ്റി പറയുമ്പോൾ, കേരളത്തിൽ ക്രിസ്ത്യാനികളില്ലാത്തതിൻ്റെ കാര്യം, ക്രിസ്ത്യാനികളുണ്ട്, ക്രിസ്തു വിശ്വാസികളില്ലാത്തതിൻ്റെ കാര്യം, അവരൊരിക്കലും അവിശ്വാസത്തിൽ കൂടെ കടന്നു പോയിട്ടില്ല എന്നതാണ്. ജനിച്ചപ്പോൾ തൊട്ട് ഈ കാര്യം കേട്ട് ഒരിക്കലും അത് യുക്തിസഹിതമായോ അനുഭവങ്ങളുടെ വെളിച്ചത്തിലോ പരാമർശിക്കുകയോ പരിശോധിക്കുകയോ ചെയ്യാത്തത് കൊണ്ട് ആരും തന്നെ അവരുടെ വിശ്വാസത്തിലേക്കുള്ള വളർച്ച ആരംഭിച്ചിട്ടില്ല. അത് ആരംഭിക്കണമെങ്കിൽ അവിശ്വാസം എന്ന് പറയുന്ന അനുഭവത്തിൽ കൂടെ മാത്രമേ മുൻപോട്ട് പോകുവാൻ. ഇപ്പോൾ വിഷ്ണു പറയുന്നുണ്ട്, തൻ്റെ ചെറുപ്പകാലത്ത്, അതായത് ഒരു 10-16 വയസ്സ് വരെ അദ്ദേഹം അമ്പലത്തിൽ പോകുമായിരുന്നു, തൊഴുകുമായിരുന്നു, ആ അമ്പലത്തിൻ്റെ അടുത്തുള്ള ആലിൻ്റെ മുട്ടിൽ നിന്ന് ധ്യാനിക്കുമായിരുന്നു. അതൊന്നും യഥാർത്ഥത്തിലുള്ള വിശ്വാസമല്ല. അത് യഥാർത്ഥത്തിലുള്ള വിശ്വാസമായിരുന്നുവെങ്കിൽ വിഷ്ണു ഇപ്പോൾ ഈ അവസ്ഥയിലാകുമായിരുന്നില്ല. അപ്പോൾ വിഷ്ണുവിൻ്റെ ആ ഒരു ഇച്ഛാഭംഗം, അതായത് ഡിസപ്പോയിൻമെൻറ്റ്, അത് വളരെ ന്യായമാണ്. അതിൽ സത്യസന്ധതയുണ്ട്. അതുകൊണ്ട് ഞാനതിനെ മാനിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ അത് ഒരു സെൻറ്റൻസിൻ്റെ ഫുൾ സ്റ്റോപ്പല്ല, അത് ഒരു പുതിയ ആരംഭമാണ്. എന്താണ്? യഥാർത്ഥ വിശ്വാസത്തിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര, തീർത്ഥയാത്ര, അതിൻ്റെ ആരംഭമായിട്ടാണ് ഞാനതിനെ മനസ്സിലാക്കുന്നത് എന്ന് സസ്നേഹം സവിനയം ഞാൻ അദ്ദേഹത്തോടെ അറിയിച്ചോളൂ. അപ്പോൾ യഥാർത്ഥ വിശ്വാസം ഇതാണ് അതാണെന്ന് ഞാൻ പറയുന്നില്ല, അത് അദ്ദേഹം തന്നെ കണ്ടുപിടിക്കേണ്ടതാണ്. അതിനുള്ള കൃപ ഈശ്വരൻ അല്ലെങ്കിൽ ദൈവം അല്ലെങ്കിൽ അള്ള, ഏത് വാക്ക് വേണമെങ്കിലും ഉപയോഗിച്ചോ, അദ്ദേഹത്തിന് നൽകും. അല്ലെങ്കിൽ നിത്യ ചൈതന്യം എന്ത് വേണമെങ്കിലും പറഞ്ഞു അദ്ദേഹത്തിന് നൽകും. അത് ആ പ്രപഞ്ച നീതിയുടെ അനിവാര്യമായ ഘടകമാണ് എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. രണ്ടാമതായിട്ട് എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്, അദ്ദേഹം ഇപ്പോൾ അവലംബിച്ചിരിക്കുന്ന കാഴ്ചപ്പാട് അപൂർണമാണ്, ഭാഗികമാണ്. അപൂർണമല്ല, ഭാഗികമാണ്, പാർഷ്യൽ. ഈ ലോകത്തിൽ വളരെയധികം നന്മയും തിന്മയും അധപ്പതനവും അന്ധകാരത്തിൻ്റെ പ്രവൃത്തികളുമുണ്ട്, യാതൊരു സംശയമില്ല.
എന്നാൽ അതുപോലെ തന്നെ ഈ ലോകത്തിൽ വലിയ വലിയ മേന്മയേറിയ നന്മയുടെ പ്രവർത്തനങ്ങളുമുണ്ട്. എത്രയോ നന്മ കൊണ്ട് ഈ ലോകം നിറഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഉറവിടം എന്താണ്? അപ്പോൾ ഈ ലോകം തിന്മയുടെ മാത്രം ഒരു കേളിരംഗമല്ല. ഇവിടെ നന്മയും വളരെ ശക്തിയോടുകൂടെ തന്നെ സ്ഥിതി ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് നാം എല്ലാവരും അതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിക്കുന്നവരാണ്. ഞാൻ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല, സമയത്തിൻ്റെ പരിമിതി കൊണ്ട് മാത്രം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് ഭാഗികമാണ് എന്ന് തീർച്ചയായും ഒരു ശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ, തെളിവുകളെ പരിശോധിക്കുവാൻ ധൈര്യം കാണിക്കുന്ന ഒരു ശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ വിഷ്ണു തീർച്ചയായും അതിന് കൂട്ടാക്കും, ധൈര്യപ്പെടുമെന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹം പ്രത്യേകമായിട്ട് ഓർക്കേണ്ട കാര്യം, മനുഷ്യരാശി ഗുഹാമനുഷ്യനിൽ നിന്ന് ആരംഭിച്ച് ഇന്ന് സംസ്കാരത്തിൻ്റെ കൊടുമുടിയിലെത്തി എന്ന ഒരു പ്രതീതിയെങ്കിലും ഉണ്ടാകത്തക്ക വിധത്തിൽ പുരോഗതി പ്രാപിച്ചിരിക്കുന്ന ഈ കാലഘട്ടം, ഈ ചരിത്രം ഒന്ന് പരിശോധിക്കുമ്പോൾ മനുഷ്യരാശിയുടെ പുരോഗതിക്കും ഉന്നമനത്തിനും ഏറ്റവും വലിയ സംഭാവന നൽകിയവരെല്ലാവരും വിശ്വാസികളായിരുന്നു. ശാസ്ത്രജ്ഞന്മാർ പോലും വിശ്വാസികളായിരുന്നു. വാസ്തവത്തിൽ ശാസ്ത്രം പുരോഗമിക്കുന്നത് വിശ്വാസമുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ വിഷ്ണുവിനെ പോലുള്ളൊരു ശാസ്ത്രജ്ഞൻ റിസർച്ച് ചെയ്താൽ ഒരു ഹൈപ്പോത്തീസിസിലാണ് തുടങ്ങുന്നത്. ആ ഹൈപ്പോത്തീസിസിൽ വിശ്വാസമില്ല എങ്കിൽ അതിൽ ഗവേഷണം നടത്തി അതിനെ എക്സ്പെരിമെൻറ്റിൻ്റെ ബേസിസിൽ ഒരു തിയറിയാക്കി മാറ്റാനൊക്കത്തില്ലെന്ന് അദ്ദേഹത്തിന് അറിയാം. ദ ജേർണി ഫ്രം എ ഹൈപ്പോത്തസിസ് ടു എ തിയറി ഈസ് എ ജേർണി ഓഫ് ഫെയ്ത്ത്. പക്ഷേ അവിടെ എക്സ്പെരിമെൻ്റ് നടക്കുന്ന യാതൊരു സംശയമില്ല. പക്ഷേ എക്സ്പെരിമെൻ്റ് നടത്തുന്നതിൽ ആ എക്സ്പെരിമെൻ്റ് നടത്തുന്ന റിസർച്ചറെ സസ്റ്റെയിൻ ചെയ്യുന്ന ആ ഘടകത്തിൻ്റെ ഊർജത്തിൻ്റെ പേര് വിശ്വാസമെന്ന് തന്നെയാണ്. തൻ്റെ ഹൈപ്പോത്തസിസിനെ വിശ്വസിക്കാത്ത ഒരു വ്യക്തിക്കും ഒരു ശാസ്ത്രജ്ഞനാകാൻ സാധ്യമല്ല. മാത്രവുമല്ല, ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളെ വിശ്വസിക്കാത്ത ഒരു വ്യക്തിക്ക് മുൻപോട്ട് പോകുവാൻ സാധ്യമല്ല. കഴിഞ്ഞ കാലങ്ങളിലെ മനുഷ്യൻ്റെ സംഭാവനകളെയും നേട്ടങ്ങളെയും വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ മുൻപോട്ട് പോകുവാൻ ആകുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ എങ്ങനെ നോക്കിയാലും വിശ്വാസം, ജീവിതം നിൽക്കുന്ന വിശ്വാസം എന്ന് പറയുന്ന ആ അടിത്തറയിൽ തന്നെയാണ്. വിശ്വാസം നശിക്കുന്ന സമയത്ത് മനുഷ്യൻ നിർജീവമായ ജീവിക്കുന്ന ശവമായി അവിടെ ഇരുന്നു പോകും. ജീവൻ്റെ ഊർജം, ആവേശം, ഫലഭൂഷ്ടി പാടെ നശിച്ചു പോകും. ഇത് വളരെ ശ്രദ്ധേയമായ, വാസ്തവത്തിൽ ഞെട്ടിപ്പിക്കേണ്ട ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അതുകൊണ്ട് തീർച്ചയായും ഓർത്തിരിക്കണം, കഴിഞ്ഞ കാലങ്ങളിൽ, കഴിഞ്ഞ എത്രയോ നൂറ്റാണ്ടുകളായി മനുഷ്യരാശിക്ക് ഒരിക്കലും മരിച്ചു പോകാത്ത ഇമ്മോർട്ടലായിട്ടുള്ള സംഭാവനകൾ ചെയ്തിട്ടുള്ള എല്ലാവരും വിശ്വാസികളായിരുന്നില്ല. ഇതിനോടനുബന്ധിച്ച് അദ്ദേഹം ഓർക്കേണ്ട കാര്യം, ഇന്ന് അവിശ്വാസത്തിൻ്റെ യുഗമാണ്. ഈ അവിശ്വാസത്തിൽ കൂടെ മനുഷ്യരാരും ഒട്ടും മെച്ചപ്പെട്ടിട്ടില്ല. അപ്പം അദ്ദേഹത്തിൻ്റെ കരുതൽ, അദ്ദേഹത്തെ വേദനിപ്പിക്കുന്ന കാര്യം, ഈ ലോകത്തിൽ അന്ധകാരം കൂരിരുൾ കൂടി വരുന്നു എന്നതാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഒരു ശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ അദ്ദേഹം മനസ്സിലാക്കേണ്ടത്, ഈ അവിശ്വാസത്തിൻ്റെ യുഗത്തിലാണ് ഈ അന്ധകാരത്തിന് കൂടുതൽ കട്ടിപിടിച്ചു വന്നത്. അപ്പോൾ അദ്ദേഹം അവലംബിക്കുന്ന ചികിത്സാ രീതി ഈ രോഗത്തിൻ്റെ തന്നെ ഭാഗമാണ് എന്ന് അല്പം ചിന്തിക്കുമ്പോൾ അദ്ദേഹം തിരിച്ചറിയും എന്നതിന് എനിക്ക് യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് ഈ 3 വീഡിയോയിൽ ഞാൻ പ്രത്യാശയുടെ വാക്കുകൾ മാത്രം പറയുന്നത്. അത് മാറ്റമില്ലാത്ത ഒരു യുക്തിയുടെ ഭാഗമായിട്ടാണ്, അല്ലാതെ വെറും ഒരു പ്രത്യാശ മാത്രമല്ല. യുക്തി, തികച്ചും അടിസ്ഥാനപരമായ യുക്തിയിൽ മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത് എന്നാണ് ഞാൻ എൻ്റെ മനസാക്ഷിയെ പരിഗണിച്ചതിൽ എനിക്ക് മനസ്സിലാകും. അതിനോടൊപ്പം അദ്ദേഹം ഉന്നയിക്കേണ്ട ഒരു ചോദ്യം, എന്തുകൊണ്ടാണ് മനുഷ്യൻ്റെ മനുഷ്യത്വം ഇങ്ങനെ അധപ്പതിച്ചു പോകുന്നത്? ചിന്തകൾ മുൻപോട്ട് പോയി, അതിൻ്റെ ഫലമായ മനുഷ്യൻ സ്വയം പര്യാപ്തത പ്രാപിച്ചു എന്ന് വിശ്വസിച്ചു. ദൈവത്തെ ആവശ്യമില്ല, എനിക്ക് എൻ്റെ കാര്യം നോക്കാൻ പര്യാപ്തമാണ്. മാൻ ഹാസ് കം ഓഫ് ഏജ്, അവനിനിയും മറ്റൊന്നിനെയും ആശ്രയിക്കേണ്ട, താൻ തന്നിൽ തന്നെ പോരുന്നവനാണ്. ഇങ്ങനെയുള്ള വലിയ വലിയ ആവേശങ്ങൾ, ചിന്തകൾ, ആത്മധൈര്യത്തിൻ്റെ നിലപാടുകളൊക്കെ വർദ്ധിച്ചു വന്ന കാലത്താണ് മനുഷ്യൻ്റെ മനുഷ്യത്വം ഏറ്റവും കൂടുതൽ തറ പറ്റിപ്പോയത് എന്നത് ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ്. അതുതന്നെയാണല്ലോ വിഷ്ണു സൂചിപ്പിക്കുന്നത്. പൂർവാധികമായി ഇങ്ങനെയുള്ള ആക്രമങ്ങൾ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളോട് ലൈംഗികമായി പീഡനം നടത്തുന്നയാൾ, ഇങ്ങനെയുള്ള നികൃഷ്ടമായ പരിപാടികൾ ഏറ്റവും കൂടുതൽ വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടം. നമുക്കറിയാം, കേരളത്തിൽ കഴിഞ്ഞ 5 വർഷം കൊണ്ട് ലൈംഗിക
അതിക്രമങ്ങൾ, സെക്സ് റിലേറ്റഡ് ക്രൈംസ് 3 ഇരട്ടി വർദ്ധിച്ചു എന്ന് പറയുന്നു. അത് വിശ്വാസം വർദ്ധിച്ചത് കൊണ്ടല്ലല്ലോ. അത് വിശ്വാസം വർദ്ധിച്ചത് കൊണ്ടാണോ, വിശ്വാസം കുറഞ്ഞത് കൊണ്ടാണോ? ദൈവത്തെ അറിഞ്ഞത് കൊണ്ടാണോ, ദൈവത്തെ അറിയാത്തത് കൊണ്ടാണോ? നാം വസ്തുനിഷ്ഠമായി ചിന്തിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം കിട്ടും. ഞാനായിട്ട് ഉത്തരം ഇപ്പോൾ പറയുന്നില്ല. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഹന്ന അറൻറ്റ് പറയുന്നൊരാശയമാണ്. അവരുടെ വാക്കുകൾ ഞാനൊന്ന് ഓർത്തെടുത്താൽ എനിക്ക് തോന്നുന്നത് ദ ഹ്യൂമൻ കണ്ടീഷൻ എന്ന് പറയുന്ന പുസ്തകമാണ്. ഹന്ന അറൻറ്റ്, ദ ഹ്യൂമൻ കണ്ടീഷൻ. അവർ പറയുന്നത്, വെൻ ദ ഫിസിക്കൽ ആൻഡ് ദ മെറ്റഫിസിക്കൽ പാർട്ടഡ് കമ്പനി, ദ ഫിസിക്കൽ ഗോട്ട് ഡിസ്റ്റോർട്ടഡ്. ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ ഭൗതികമായ ലോകം, മെറ്റഫിസിക്കൽ എന്ന് പറഞ്ഞാൽ അഭൗമമായ ലോകം. ഇത് തമ്മിൽ ബന്ധമുണ്ടായിരുന്ന കാലത്തിൽ ഈ ഭൗതികമായ ലോകത്തിന് ഭ്രാന്തില്ലായിരുന്നു, ഇത്ര ഭ്രാന്തില്ലായിരുന്നു. പക്ഷേ ഈ ഭൗമവും അഭൗമവുമായുള്ളതിൻ്റെ ബന്ധം വേർവിട്ടപ്പോൾ ഭൗമമായതിന് ഭ്രാന്ത് പിടിച്ചുപോയി, അതിൻ്റെ സ്വഭാവമേ മാറിപ്പോയി, അത് കൂടുതൽ കൂടുതൽ വഷളായി, അധർമ്മമായി എന്ന് അവർ പറയുന്നതിനോട് യോജിക്കാതിരിക്കാൻ ചരിത്രപരമായ ബോധമുള്ളവർക്ക് പ്രയാസമാണ്. അപ്പം അതുകൊണ്ട് നാം പ്രത്യേകം ഈ കാര്യത്തിൽ വസ്തുനിഷ്ഠമായി ചിന്തിക്കാനുള്ള ധൈര്യം കാണിക്കണം. പിന്നെ ഇവിടെ നാം ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം, ഈ ലോകത്തിൽ മനുഷ്യർ ജീവിക്കുന്നത് ദൈവീകത്വം എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല. ഇപ്പം എന്തുകൊണ്ടാണ് മനുഷ്യർ ഇങ്ങനെ വിശ്വാസമൊക്കെ ഉണ്ടായിട്ടും ഇങ്ങനെ പ്രവർത്തിക്കുന്നത്, ദൈവം എന്താണ് ഇങ്ങനെ നോക്കി നിൽക്കുന്നതൊക്കെ എന്ന് നാം ചിന്തിക്കുമ്പോൾ അങ്ങനെ ചോദ്യം ചോദിക്കാനാണ് യാതൊരു സംശയവുമില്ല. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ മനുഷ്യൻ്റെ ചോദ്യത്തെ ഭയക്കുന്ന ഒരു ദൈവത്തെ നാം ആരാധിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അത് ഞാൻ 100% സമ്മതിക്കുന്നു. എന്നാൽ മനുഷ്യൻ്റെ ചോദ്യത്തെ ഭയക്കുന്ന ഒരു ദൈവത്തെ ഞാൻ അറിയുന്നില്ല. മനുഷ്യൻ്റെ ചോദ്യത്തെ സ്നേഹിക്കുന്ന ദൈവത്തെ മാത്രമേ എനിക്കറിയാവൂ. ആ ദൈവത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നതെന്ന് കൂടെ ഞാൻ സൂചിപ്പിക്കട്ടെ. അപ്പോൾ മനുഷ്യർ ഈ ലോകത്തിൽ ജീവിക്കുന്നത് ദൈവഹിതം എന്ന് പറയുന്ന അല്ലെങ്കിൽ ദൈവികത്വം എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല. മനുഷ്യൻ ജീവിക്കുന്ന സംസ്കാരത്തിൻ്റെ അടിത്തറയിലാണ്. അതുകൊണ്ട് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവിധമായ താറുമാറുകളും അധർമ്മങ്ങളും അന്ധകാരത്തിൻ്റെ താണ്ഡവങ്ങളുമെല്ലാം നാം എല്ലാവരും കൂടെ ചേർന്ന് സൃഷ്ടിച്ച സംസ്കാരത്തിൻ്റെ സമ്മാനമാണ് എന്നതാണ് ഇതിൻ്റെ ആക്ഷരികമായ ഐതിഹാസികമായ സത്യം. അത് തന്നെയാണ്. അതിൻ്റെ പഴി നമുക്ക് ദൈവത്തെ ചാരാമെങ്കിലും സത്യമായി പറഞ്ഞാൽ ഇത് നമ്മുടെയൊക്കെ നേട്ടമാണ്, നമ്മളെ ഒക്കെ സൃഷ്ടിച്ചു വെച്ചതാണ്. ഉദാഹരണമായിട്ട് നമുക്കറിയാം, മനുഷ്യൻ്റെ ഏറ്റവും വലിയ അഭിമാനമാണ് സാങ്കേതികമായ പുരോഗതി, ടെക്നോളജിക്കൽ പ്രോഗ്രസ്. ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ടുള്ള എല്ലാ ചിന്തകരും, പ്രത്യേകിച്ച് പാശ്ചാത്യ ചിന്തകർ, ഞാൻ അനേകരെ വായിച്ചിട്ടുണ്ട്. അവരെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നത് ഈ നേട്ടമാണ് മനുഷ്യൻ്റെ കോട്ടം. നേട്ടമുണ്ട്, യാതൊരു സംശയമില്ല. പക്ഷേ അതുകൊണ്ടെല്ലാം മനുഷ്യൻ അതിൻ്റെ ഇരയായി തീരുകയാണ് എന്നാണ്. ടെക്നോളജി ഡിസ്റ്റോർട്ട്സ് ആൻഡ് എൻസ്ലേവ്സ് അസ്, നമ്മളെ വികൃതമാക്കുകയും അടിമത്വത്തിലേക്ക് നയിക്കുകയും ചെയ്യും. ഹന്ന അറൻറ്റിനെ ഞാനൊന്ന് റെഫർ ചെയ്തല്ലോ. അവരുടെ തന്നെ ഓൺ വയലൻസ് എന്നൊരു പുസ്തകമുണ്ട്. അവർ അതിനകത്ത് പറയുന്നത് ഈ അക്രമം പ്രവർത്തിക്കാനുള്ള മനുഷ്യൻ്റെ കഴിവ് 10,000 മടങ്ങ് വർദ്ധിപ്പിക്കാൻ ഇടയാക്കിയത് മനുഷ്യൻ്റെ ഈ ടെക്നോളജിക്കൽ പ്രോഗ്രസ്സാണ്. ഈ അക്രമം വർദ്ധിക്കുന്നത് ടെക്നോളജിയിൽ കൂടെയാണ്. അത് പിന്നെ യുദ്ധത്തിൻ്റെ പടക്കോപ്പുകൾ മാത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നതാണ്. അപ്പോൾ മനുഷ്യനിർമ്മിതമാണ് ഇത് 100%. പക്ഷേ അത് ദൈവത്തെ പഴിചായിരുന്നു എന്നാൽ മാത്രം. ഇനിയും അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, ആത്യന്തികമായി നാം പരിശോധിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ ഒരേ ഒരു കാര്യം മാത്രമേ പ്രസക്തമാകുന്നുള്ളൂ. അതിലാണ് നാം കേന്ദ്രീകരിക്കേണ്ടത്. അതെന്താണ്? ഞാൻ എൻ്റെ മെച്ചപ്പെട്ട സാധ്യതകൾ അനുഭവവേദ്യമാക്കിയിട്ടുണ്ടോ? ഹാവ് ഐ ബിക്കം മൈ ബെസ്റ്റ് പോസിബിൾ സെൽഫ്? എൻ്റെ സ്വത്വത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ സ്ഥിതി പ്രാപിപ്പാൻ, ആ സ്ഥിതിയിൽ എത്തിച്ചേരുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഈ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. ലോകത്തിൽ പ്രശ്നങ്ങളുണ്ട്, അധർമ്മമുണ്ട്, അക്രമമുണ്ട്, യാതൊരു സംശയമില്ല. പക്ഷേ ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ എന്നെക്കൊണ്ട് സാധ്യമല്ല. എനിക്ക് ആകെപ്പാടെ ഒറ്റ കാര്യമേ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. എൻ്റെ സാധ്യതകളുടെ ഏറ്റവും ഉദാത്തമായ അവസ്ഥ പ്രാപിപ്പാൻ എനിക്ക് ആവശ്യമുണ്ട്. അതിനെന്നെ സഹായിക്കുന്നത് എന്താണ്? ശാസ്ത്രം എന്നെ സഹായിക്കുന്നില്ല,
ലോകത്തിലുള്ള സാംസ്കാരികമായ ഒരു ഉപാധിയും സഹായിക്കുന്നില്ല. എൻ്റെ അനുഭവത്തിൽ അതിൽ ഏതെങ്കിലും ഘടകം എന്നെ സഹായിക്കുമെങ്കിൽ, സഹായിച്ചിട്ടുണ്ടെങ്കിൽ, ഇനി സഹായിക്കുമെനിക്ക് പ്രത്യാശ വെക്കാൻ ഇടമുണ്ടെങ്കിൽ അത് ദൈവം എന്ന് പറയുന്ന ഒരേ ഒരു സാധ്യതയാണ്. മനുഷ്യൻ്റെ ഉള്ളിൽ കടന്ന്, ഉള്ളിൽ പ്രവേശിച്ച്, ഉള്ളിലായിരുന്നിട്ട് അവൻ്റെ ഉള്ളിൽ മരവിച്ച് കിടക്കുന്ന അല്ലെങ്കിൽ ഉറങ്ങിക്കിടക്കുന്ന നല്ല സാധ്യതകളെ പുനർജീവിപ്പിച്ച് വെളിച്ചത്തിൻ്റെ വ്യക്തിത്വം പ്രാപിപ്പാൻ അവനെ സഹായിക്കുന്ന ഏക ഘടകം ദൈവബോധം തന്നെയാണ്. അതുകൊണ്ട് ദൈവത്തെ ആരാധിക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും വേണ്ട, ദൈവത്തെ അംഗീകരിക്കുകയും ആ ദൈവത്തെ ഉള്ളിലെ വെളിച്ചമായി തിരിച്ചറിഞ്ഞിട്ട് ആ വെളിച്ചത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് നമ്മുടെ വ്യക്തിത്വത്തെ രൂപീകരിക്കുകയും ചെയ്യുവാനുള്ള കടമ ഈ ലോകത്തിൽ വ്യക്തികൾ ഏറ്റെടുത്താൽ, വിഷ്ണു ഇപ്പോൾ മനംതൊന്ത് പരാമർശിക്കുന്ന ഈ അധപ്പതനത്തിൻ്റെ നാനാമുഖമായ പ്രവർത്തന രീതികൾ, തലങ്ങൾ പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമാകും. പക്ഷെ അതിന് വ്യക്തികൾ കൂട്ടാക്കത്തോളം കാലം മനുഷ്യൻ മൃഗത്തേക്കാൾ മോശമായി തീരുന്ന അവസ്ഥയിൽ ഈ ലോകത്തിൽ നാം എന്താണ് പ്രതീക്ഷിക്കുവാനിട? അതുകൊണ്ട് മനുഷ്യന് മൃഗീയമായ അവസ്ഥയിൽ നിന്ന് മനുഷ്യത്വത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഏക സഹായം ദൈവമാണ്. എന്നാൽ അത് പ്രയോജനപ്പെടുത്തുന്നതിന് പകരം ദൈവത്തെ പള്ളികളിലും അമ്പലങ്ങളിലും മാത്രം പരിമിതപ്പെടുത്തുമ്പോൾ സമൂഹം ഒരു ജംഗിൾ, ഒരു വന്യമൃഗങ്ങൾ ഇങ്ങനെ ഊടാടി നടക്കുന്ന കാട് പ്രദേശമായി മാറും. അവിടെ കുഞ്ഞുങ്ങൾ പീഡിപ്പിക്കപ്പെടും. അവിടെ കുഞ്ഞുങ്ങൾ മാത്രമല്ല, സത്യസന്ധമായി ജീവിക്കാൻ, മനുഷ്യ അന്തസ്സോടുകൂടെ ജീവിക്കുവാൻ, ആത്മാഭിമാനത്തോടെ ജീവിക്കുവാൻ ആരൊക്കെ താല്പര്യപ്പെടുന്നു അവരൊക്കെ പീഡിപ്പിക്കപ്പെടും. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ നരകയാതന ഇഷ്ടം പോലെ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു യാഥാർത്ഥ്യം അനുഭവത്തിൻ്റെ തീച്ചൂളിൽ നിന്നുകൊണ്ടാണ് ഞാൻ കൈകാര്യം ചെയ്യുന്നതെന്നുകൂടെ സൂചിപ്പിക്കട്ടെ. ഏതായാലും ഇപ്രകാരമുള്ള ചിന്തകൾ ഏവരുമായി പങ്കെടുത്തക്കവണ്ണം വഴിയൊരുക്കിയ, അതിനുതകുന്ന വിധത്തിൽ വളരെ ആത്മാർത്ഥമായ വീഡിയോയിൽ കൊടുന്നതിൻ്റെ അനുഭവത്തെ പ്രേക്ഷകർക്ക് വെളിപ്പെടുത്തിയ വിഷ്ണുവിൻ്റെ നല്ല മനസ്സിന് എൻ്റെ നന്ദി. ഞാൻ അത് സംബന്ധമായ എൻ്റെ ചിന്തകൾ സമർപ്പിച്ചു. അതിനെപ്പറ്റി നിങ്ങൾ ഏവരിൽ നിന്നും ഞാൻ പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. ആർക്കെങ്കിലും എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും വിഷ്ണുവിനെ വ്യക്തിപരമായ പരിചയമുണ്ടെങ്കിൽ ഇവ അദ്ദേഹത്തോട് പങ്കിടുക. അദ്ദേഹത്തോട് ഒരു സ്വകാര്യമായ സംവാദത്തിൽ ഏർപ്പെടുവാൻ എനിക്ക് താല്പര്യമുണ്ട്. ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ എ പബ്ലിക് ഡിബേറ്റ്. കാരണം പബ്ലിക് ഡിബേറ്റ് എപ്പോഴും ഒരു വാഗ്വാദമാണ്. അവിടെ തോൽവിയും പരാജയവുമാണ്. എനിക്ക് പരാജയത്തെ പേടിയില്ല, പക്ഷേ എനിക്ക് ആരെയും തോൽപ്പിക്കാൻ താല്പര്യമില്ല. എനിക്ക് ആളുകളുമായി സംവാദിക്കുവാനും അവരുടെ നന്മയെ ഒപ്പിയെടുക്കുവാനും എല്ലാവരിൽ നിന്ന് പഠിക്കുവാനും വലിയ ആഗ്രഹവും ആവശ്യവുമുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ മേഖലയിൽ നിന്നും ഇടം പിടിച്ച് നിൽക്കുന്നത്, അധ്വാനിക്കുന്നത് എന്ന് മാത്രം സ്പഷ്ടീകരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇതിൽ ഈ 3 വീഡിയോയിലും വളരെ താല്പര്യത്തോടെ പങ്കെടുത്ത ഓരോ വ്യക്തികളോടുമുള്ള എൻ്റെ ഹൃദയംഗമമായ നന്ദി അറിയിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. നമസ്തേ. നമസ്കാരം.